പ്രോപ്പർ ആയിട്ട് ഇമോഷണലി ഡെവലപ്മെന്റ് ഓക്കെ പ്രോപ്പർ ആയിട്ട് ഡെവലപ്മെന്റ് സംഭവിച്ചിരിക്കണം വേണ്ടേ? ഓക്കെ, അപ്പൊ മെന്റൽ ഹെൽത്തിന് എന്താണ് യോഗ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ വെയിറ്റ് ട്രെയിനിങ്, ജിം, അങ്ങനെ. ഓക്കെ, വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നവരുണ്ട്. ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നവരുണ്ട് അല്ലെ? ബോഡി സ്ട്രക്ചർ ലഭിക്കാൻ വേണ്ടി വെയിറ്റ് ഗെയിനിങ് ചെയ്യുന്നവരുണ്ട്. പിന്നെ എന്തൊക്കെയായിരിക്കാം? ഫാറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെ? നമ്മുടെ ഫ്ലെക്സിബിൾ ആകണമെങ്കിൽ നമുക്ക് അധികം ഫാറ്റ് ഉള്ള ആ ഒരു ബോഡി ആണെങ്കിൽ എന്താണ് ഫ്ലെക്സിബിലിറ്റി കുറച്ച് കുറവായിരിക്കും അല്ലെ? മൂവ് ചെയ്യാനൊക്കെ ഈസിലി ആയിട്ട് മൂവ് ചെയ്യാനും അജിലിറ്റി പവർ ഒക്കെ എന്തായിരിക്കും? കുറവായിരിക്കും അല്ലെ? അതൊക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ വെയിറ്റ് ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് ഒക്കെ എന്താണ് വെയിറ്റ് ലിഫ്റ്റിംഗ് പോലുള്ള എക്സസൈസുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ് വേറൊരു ആക്ടിവിറ്റി പറയൂ? ഇൻക്രീസിങ് എനർജി ലെവൽ. ഓക്കെ, എനർജി ലെവൽ. ഓക്കെ, ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് ആ എനർജി മെയിൻറ്റെയിൻ ചെയ്യണം വേണ്ടേ? അതിന് ഇൻക്രീസിങ് എനർജി ലെവൽ ഇൻക്രീസ് ചെയ്യണം, ആ സ്റ്റാമിന കൂട്ടാൻ കഴിയണം. അതിന് എക്സസൈസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ എനി അതർ ആക്ടിവിറ്റീസ്? ഷട്ടിൽ കളിയൊക്കെ. ധാരാളം സ്പോർട്സ് അല്ലേ? അതിന് ഷട്ടിൽ കളിക്കണമെങ്കിൽ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ സെൻസുകൾ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണം വേണ്ടേ? കോർഡിനേഷൻ പ്രോപ്പർ ആയിട്ട് നടന്നിരിക്കണം വേണ്ടേ? പ്രോപ്പർ കോർഡിനേഷൻ നടന്നിരിക്കണ്ടേ അവിടെ? ഓക്കെ, അപ്പൊ ഓക്കെ, നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റീസ് ആണ്. ഇത് ക്ലിയർ ആണോ? ഏതൊക്കെ ട്രെയിനിങ് ആണ് ഫിസിക്കൽ ഫിറ്റ്നസ് ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നത്? ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ്? നമ്മുടെ ശരീരത്തിന് പ്രോപ്പർ ആയിട്ട് എന്താണ് എനർജി പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും. ഓക്കെ, മൂവ്മെന്റ് അല്ലേ? ശരീരം പ്രോപ്പർ ആയിട്ട് മൂവ് ചെയ്യിക്കാൻ കഴിയുന്ന എല്ലാ ആക്ടിവിറ്റീസും എങ്ങനെയാണ് നമുക്ക് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ? ക്ലേ ആക്ടിവിറ്റിയോ? ഐ ഡിഡ്ന്റ് ഗെറ്റ് യു. ക്ലേ ആക്ടിവിറ്റി പറഞ്ഞതാരാ? ക്ലേ ആക്ടിവിറ്റി അതാരാ പറഞ്ഞത്? ഐ ഡിഡ്ന്റ് ഗെറ്റ്. എന്താ ക്ലേ ആക്ടിവിറ്റി കൊണ്ട് എങ്ങനെയാ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നത്? കൈയുടെ മസിൽസ് ഒക്കെ. അങ്ങനെ. ഓക്കെ, ഐ ഹാൻഡ് കോർഡിനേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കാനായിട്ട് ഈ ആക്ടിവിറ്റീസ് കൊടുക്കും. നമ്മളിപ്പോ ഫിസിക്കൽ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഇത് ക്ലിയർ ആണോ? നമുക്ക് ഡാൻസിങ് കൊടുക്കാം, ഡാൻസിങ് പറയാം അല്ലേ? അല്ലെങ്കിൽ സ്കിപ്പിംഗ്, സ്വിമ്മിങ്, ഇതെല്ലാം എങ്ങനെയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന? ഓക്കെ, ഇതെല്ലാം എന്താണ് ആക്ടിവിറ്റീസുകളാണ് അല്ലെങ്കിൽ ട്രെയിനിങ് ആണ്, ശരീരത്തിന് കൊടുക്കാൻ കഴിയുന്ന ട്രെയിനിങ്സ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ, ഐ ഹാൻഡ് കോർഡിനേഷൻ. പ്ലീസ് മ്യൂട്ട് വിനീത. ഓക്കെ, ഐ ഹാൻഡ് കോർഡിനേഷൻ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന ആക്ടിവിറ്റീസ് ഏതെല്ലാമാണ്? റൈറ്റിംഗ്, ഡ്രോയിങ്, റൈറ്റിംഗ്, പെയിന്റിങ്, ഇതെല്ലാം എങ്ങനെയാണ് ഐ ഹാൻഡ് കോർഡിനേഷൻ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി? നമ്മുടെ കണ്ണും കൈയും ഒരേപോലെ വർക്ക് ചെയ്യണം വേണ്ടേ? അപ്പൊ അത്തരം ആക്ടിവിറ്റീസ് പറയൂ. ദെൻ പിന്നെന്താണ്? അഞ്ജന, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. എന്താ അഞ്ജന? ഷട്ടിൽ ബാറ്റ് കളിക്കുന്നത്. സ്പോർട്സ് ഐറ്റംസ് എല്ലാം അങ്ങനെയാണ് അല്ലെ? സ്പോർട്സ് ആക്ടിവിറ്റീസ്, ഷട്ടിൽ ബാറ്റ്, ക്രിക്കറ്റ്, ഫുട്ബോള് അല്ലേ? ഇതെല്ലാം എങ്ങനെയാണ് നമ്മുടെ കൈയും പിന്നെന്താണ് ഹാൻഡും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്തിരിക്കണം വേണ്ടേ? ഓക്കെ, ദെൻ ഡ്രൈവിംഗ്, കാലുകൂടി വർക്ക് ചെയ്യണം വേണ്ടേ? ബാസ്കറ്റ്ബോള്, പിന്നെന്താണ് എന്തായിരുന്നു? സ്റ്റിച്ചിങ്. ഓക്കെ, സ്റ്റിച്ചിങ്. ബീഡിങ് ആക്ടിവിറ്റീസ്. ഓക്കെ, വെരി ഗുഡ്. നമുക്കൊരു മുത്തുകൾ പ്രോപ്പർ ആയിട്ട് കോർക്കണമെങ്കിൽ നമ്മുടെ ഹാൻഡും അതേപോലെ തന്നെ ഐയും പ്രോപ്പർ ആയിട്ട് ഒരേ സമയം എന്താണ് വർക്ക് ചെയ്യണം വേണ്ടേ? കോർഡിനേഷൻ ഉണ്ടായിരിക്കണം. ക്ലിയർ ആയില്ല? ചെസ് കളിക്കുന്നതിലൂടെ. ചെസ്. ക്രാഫ്റ്റ്. ഓക്കെ, ക്രാഫ്റ്റ്. ആക്ടിവിറ്റീസ്. ഓരോരുത്തരായിട്ട് പറയൂ, ക്ലിയർ ആകുന്നില്ല.
ക്യാരംസ്. ഓക്കെ, ക്യാരംസ്. കുക്കിംഗ്. ഓക്കെ, കുക്കിംഗ് വേണം. ക്യാരംസിന് ഐ ഹാൻഡ് കോർഡിനേഷൻ പ്രോപ്പർ ആയിട്ട് വേണം. ദെൻ drawing, painting, ഡ്രോയിങ്, പെയിന്റിങ്. ദെൻ sorting, ചെസ്, ടെന്നീസ് ബോൾ, ത്രോ ആൻഡ് ക്യാച്ച് ടെന്നീസ് ബോൾ. ടെന്നീസ് ബോൾ. driving, weightlifting, ദെൻ weightlifting, വെയിറ്റ് ലിഫ്റ്റിംഗ്. ചെസ്, ചെസ്, ഓക്കെ ഓക്കെ ഓക്കെ. വെയിറ്റ് ലിഫ്റ്റിംഗ് പറഞ്ഞതാരാ? വെയിറ്റ് ലിഫ്റ്റിംഗ് പറയൂ. എങ്ങനെയാണ് ഐ ഹാൻഡ് കോർഡിനേഷൻ അവിടെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യേണ്ടത്? വെയിറ്റ് ലിഫ്റ്റിംഗ്. വെയിറ്റിലെ സാധനം പൊന്തിക്കും. നമുക്ക് കണ്ണടച്ച് എന്നാൽ അത് പൊന്തിക്കാൻ പറ്റില്ലേ? ഉയർത്താൻ പറ്റില്ലേ? ഉയർത്താൻ പറ്റും, പക്ഷെ താഴേക്ക് നമ്മൾ കണ്ണടച്ച് നിന്നാലും എന്താണ് ആ വെയിറ്റ് ഉള്ള സാധനം നമുക്ക് ഉയർത്താൻ പറ്റും. ഓക്കെ, കണ്ണും ഐയും എന്താണ് ഹാൻഡും ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് കഴിയണം. ഓക്കെ, അപ്പൊ ടൈപ്പിംഗ് എന്തോ ടൈപ്പിംഗ് ഓക്കെ, ചെസ്, 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 ചെസ് ഓക്കെ. activities, pick and drop activities, sorting, കൗണ്ടിങ് അൺമ്യൂട്ട് ചെയ്യല്ലേ പ്ലീസ്. നസ്രത്ത് മ്യൂട്ട് ചെയ്യൂ. നസ്രത്ത്. ഓക്കെ, കാവ്യ പറയൂ. എന്തൊക്കെയാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാൻ ആക്ടിവിറ്റീസ്? പറയൂ. നമ്മൾ കുറെ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്തല്ലേ? ഐ ഹാൻഡ് കോർഡിനേഷൻ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് അല്ല, അപ്പൊ വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഷൂട്ടിംഗ് ആക്ടിവിറ്റീസ് പറഞ്ഞു. ഷൂട്ടിംഗ്, വെരി ഗുഡ്. കുക്കിംഗ്, ഹോക്കി, എന്തോ വാക്കിങ്ങോ? ഹോക്കി, ഹോക്കി, HOCKU, ഹോക്കി, ഓക്കെ ഓക്കെ, ഹോക്കി. ഗെയിമിംഗ് ഇപ്പൊ ഇത്തരം പറഞ്ഞ കാര്യങ്ങള് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, ലിസൺ. നമ്മൾ കുറെ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്തല്ലേ? മ്യൂസിക്കോ? സുബിത എന്നാണോ പേര്? എങ്ങനെയാ സുബിത മ്യൂസിക് വരുന്നത്? ടേബിൾ ടെന്നീസ്, ഓക്കെ. ലിസൺ, എന്താണ് നമ്മൾ കുറെ ആക്ടിവിറ്റീസ് പറഞ്ഞു അല്ലേ? ഈ ആക്ടിവിറ്റീസിന് പെർഫെക്ഷൻ വേണമെങ്കിൽ എന്താണ്? ഐ ഹാൻഡ് കോർഡിനേഷൻ മസ്റ്റ് ആണ്, വേണ്ടേ? ഇപ്പൊ നമുക്ക് പെയിന്റിങ് കണ്ണടച്ചുകൊണ്ട് ചെയ്യാം, പക്ഷെ ആ പെർഫെക്ഷൻ ലഭിക്കോ? അല്ലേ? ആ പെർഫെക്ഷൻ വേണമെങ്കിൽ ഐ ഹാൻഡ് കോർഡിനേഷൻ എന്താണ്? പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്തിരിക്കണം. ആ കോർഡിനേഷൻ അവിടെ ഉണ്ടായിരിക്കണം. ഇപ്പൊ ഇത് നമ്മൾ പറഞ്ഞ കുറെ ആക്ടിവിറ്റീസ് എന്താണ്? കണ്ണടച്ചുകൊണ്ട് ബ്ലൈൻഡ് ആയ ആളുകളും ചെയ്യുന്നവരുണ്ട് അല്ലേ? പക്ഷെ നമ്മൾ പെർഫെക്റ്റ് വേണമെങ്കിൽ, ആ പെർഫെക്ഷൻ വേണമെങ്കിൽ എന്താണ്? ഐ ഹാൻഡ് കോർഡിനേഷൻ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ അതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു, മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനെസ്. ക്ലിയർ ആകുന്നില്ല, മ്യൂട്ട് ചെയ്യുമോന്നോ? ഓക്കെ, എല്ലാവരും കൂടി അൺമ്യൂട്ട് ചെയ്യല്ലേ പ്ലീസ്. അപ്പൊ ഈ ചാപ്റ്റർ എന്താണ്? യൂണിറ്റ് 1 എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെന്തായിരുന്നു മെയിൻ ആയിട്ട് പഠിച്ചത്? ഹെൽത്ത് എന്താണെന്ന് പഠിച്ചു, ഫിസിക്കൽ ഫിറ്റ്നസ് എന്താണെന്ന് പഠിച്ചു അല്ലെ? വെൽനെസ് അല്ലെങ്കിൽ വെൽബീയിങ് എന്താണെന്ന് പഠിച്ചു അല്ലെ? ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കോണ്ടന്റ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? നസ്രത്ത്, വേറെ ആരും അൺമ്യൂട്ട് ചെയ്യരുത് പ്ലീസ്. നസ്രത്ത് പറയൂ, ഏതൊക്കെയായിരുന്നു ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കോണ്ടന്റ് ആയിട്ട് പഠിച്ചത്? ക്ലിയർ ആണോ? അനില മ്യൂട്ട് ചെയ്യൂ. അനില ഓക്കെ മ്യൂട്ട് ചെയ്യൂ. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യൂ. ഇപ്പൊ ക്ലിയർ ആണോ?
ഇപ്പോഴും ക്ലിയർ അല്ല? ഇപ്പൊ ക്ലിയർ ആണ്? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ഫിസിക്കൽ ഫിറ്റ്നസ് എന്താണെന്ന് പഠിച്ചു. വേറെ ആരും അൺമ്യൂട്ട് ചെയ്യരുത് കേട്ടോ ഇൻ ബിറ്റ്വീൻ. അപ്പൊ എന്താണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്താണെന്ന് പഠിച്ചു, ഹെൽത്ത് എന്താണെന്ന് പഠിച്ചു അല്ലെ, വെൽനെസ് അല്ലെങ്കിൽ വെൽബീയിങ് എന്താണെന്ന് പഠിച്ചു. അതേപോലെ ഫിസിക്കൽ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് വരുന്ന കോണ്ടന്റുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? സ്പീഡ് വരുന്നുണ്ട്, അജിലിറ്റി വരുന്നുണ്ട്, സ്ട്രെങ്ത് വരുന്നുണ്ട്. അത് പറയാട്ടോ, അസൈൻമെന്റിന്റെ കാര്യം പറയാം. സ്ട്രെങ്ത് വരുന്നുണ്ട്, പിന്നെന്തായിരുന്നു? കോർഡിനേഷൻ വരുന്നുണ്ട്, ഫ്ലെക്സിബിലിറ്റി, എൻഡ്യൂറൻസ്, ഇതെല്ലാം അതിന്റെ കോണ്ടന്റ് ആണ്. ഇനി there are 3 ടൈപ്സ് ഓഫ് ഏതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് 3 കാറ്റഗറീസ്? ഹെൽത്ത് റിലേറ്റഡ് വരുന്നുണ്ട്, മ്യൂട്ട് ചെയ്യൂ, സ്കിൽ റിലേറ്റഡ് വരുന്നുണ്ട്, ദെൻ ആൻഡ് ദ ലാസ്റ്റ് വൺ തേർഡ് വൺ വിച്ച് ഈസ് ഏതാണ്? കോസ്മെറ്റിക് ഫിറ്റ്നസ് ആണ്. ഇത് ഓരോന്നും എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്തരം ഫിറ്റ്നസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ശരീരത്തിന് നൽകാൻ കഴിയുന്ന ട്രെയിനിങ് ഏതെല്ലാമാണെന്നും ഡിസ്കസ് ചെയ്തു. അതോടുകൂടി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട്? എല്ലാം ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ. സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ഒന്നുകൂടെ പറയാം. സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഒരാളുടെ കഴിവുമായി ബന്ധപ്പെട്ടതാണ്. സ്പോർട്സ് ആക്ടിവിറ്റീസ് എല്ലാം എങ്ങനെയാണ്? ഒരാളുടെ കഴിവാണ് അല്ലേ? സ്പീഡ് എല്ലാവർക്കും ഉണ്ടാവും, എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കും സ്പീഡ് എന്ന് പറയുന്ന സ്കിൽ ഉണ്ടാകുന്നത് അല്ല. അല്ലേ? അത് ഡിപ്പെൻസ് ആണ്. നമുക്ക് സ്പീഡ് കൂട്ടിയെടുക്കാം, ത്രൂ ആക്ടിവിറ്റീസിലൂടെ സ്പീഡ് കൂട്ടിയെടുക്കാം. ഒരാളുടെ സ്കില്ലുമായി ബന്ധപ്പെട്ട് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഫിറ്റ്നസിനെയാണ് സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫിസിക്കൽ ഫിറ്റ്നസ്സിലെ ഏതാണ്? സ്പീഡ്, ഫ്ലെക്സിബിലിറ്റി, എജിലിറ്റി എല്ലാം ഏതാണ്? ഫിസിക്കൽ ഫിറ്റ്നസ്സിലെ കോണ്ടന്റുകളാണ്, സ്കിൽ റിലേറ്റഡുമായി ബന്ധപ്പെട്ട് വരുന്ന കോണ്ടന്റുകളാണ്. ഓക്കെ. അതേപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട് അല്ലെ? സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെങ്ത് ഇല്ലെങ്കിൽ ഹെൽത്ത് ഇല്ല അല്ലെ? നമുക്ക് ശക്തി ഇല്ലെങ്കിൽ നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണെന്ന് പറയോ? റൈറ്റ്. ഓക്കെ, അപ്പൊ അത് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. അതേപോലെ തന്നെ ഒരാളുടെ കഴിവ് കൂട്ടാൻ കഴിയുന്ന ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട് അല്ലെ? സ്കില്ലുമായി ബന്ധപ്പെട്ട ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു ബ്യൂട്ടി കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട്, അത് കോസ്മെറ്റിക് ആണ്. അപ്പൊ ഓരോരുത്തരും ഏത് കാറ്റഗറിയിൽ വേണമെങ്കിലും വരാം അല്ലേ? ചിലരെന്തായിരിക്കും? ഹെൽത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരായിരിക്കും. സ്ട്രെങ്ത് കൂടുതൽ, ബോഡി ബിൽഡിംഗ് ചെയ്യുന്നവരില്ലേ, വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്നവര്. ഓക്കെ, ഏതിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസിനായിരിക്കും അല്ലെ? ഇപ്പൊ സ്പോർട്സിൽ ഏർപ്പെടുന്നവര്, അത് ഏത് ഫിറ്റ്നസ് ആണ്? അവർ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ആ കാറ്റഗറിയിലാണ് വരുന്നത് അല്ലേ? ഓക്കെ, ഫിലിം ആക്ട്രസ് ഉണ്ട്, അവരൊക്കെ കൂടുതലും ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്യുന്നത് എന്തിനാണ്? കോസ്മെറ്റിക്, വേണ്ടിയാണ്. ആ കോസ്മെറ്റിക് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അവർ ഫിസിക്കൽ ഫിറ്റ്നസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? യെസ്. ചെയ്തോളൂ. ദെൻ അസിയ ആക്ഷൻ സോങ്ങിന് റെഡി ആണോ അസിയ? വേറെ ആരാണ് മ്യൂട്ട് ചെയ്യരുത് കേട്ടോ പ്ലീസ്. അസിയ. Then Anu. Are you ready for the action song? വേറെ എല്ലാവരും ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. അനു ആണോ ഇത്? വീഡിയോ ഓൺ ആക്കിയിരിക്കുന്നത് അനു ആണോ? അസിയ. ഓക്കെ അസിയ പറഞ്ഞു. എടാ ഫേസ് കാണുന്നില്ല അസിയ, ഫേസ് കാണുന്നില്ല. ഓക്കെ ക്യാമറ എബിലിറ്റി വെച്ചുള്ള സ്റ്റഡിയാ. ഓക്കെ ആയിക്കോട്ടെ. ക്യാമറ റെഡിയാക്കി ചാൻസ് കൊടുക്കാം. ഓക്കെ ഓക്കെ. അനു മ്യൂട്ട് ചെയ്യൂ അസിയ. ഓക്കെ, അനു ഉണ്ടോ? ദെൻ നസ്രത്ത്
റെഡിയാണോ ആക്ഷൻ സോങ്ങിന്? നോ മാം, നസ്രത്ത് റെഡി ഇല്ല. വൈ നോ മാം. നസ്രത്ത് റെഡിയാണ്? ആ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ട് ഒരു ആക്ഷൻ സോങ് എന്താണ് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ റെഡിയാണ്. ബേസിൽ ഇവാലുവേറ്റ് ചെയ്യണം, മാർക്ക് ഇടാനുള്ളത്. ഓക്കെ നസ്രത്ത് ഓക്കെ. വീഡിയോ ഓൺ ആക്കിക്കോളൂ. ഓക്കെ. റോളി പോളി അപ്പ് അപ്പ് അപ്പ്, റോളി പോളി ഡൗൺ ഡൗൺ ഡൗൺ, റോളി പോളി ബിഗ് ബിഗ് ബിഗ്, റോളി പോളി സ്മോൾ സ്മോൾ സ്മോൾ, റോളി പോളി ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റ്, റോളി പോളി സ്ലോ സ്ലോ സ്ലോ. ഓക്കെ നസ്രത്ത് ഇച്ചിരി സ്മൈൽ ചെയ്തിട്ടൊക്കെ ചെയ്യാം ആക്ഷൻ സോങ് കേട്ടോ. ഒന്നും വേണ്ട. ഓക്കെ ഓക്കെ. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. ദെൻ അസിയ റെഡിയാണോ? ഓക്കെ നസ്രത്ത് മ്യൂട്ട് ചെയ്തോളൂ. One little finger, one little finger, one little finger, tap tap tap. One put your finger, put it in your hand. One little finger, one little finger, one little finger, tap tap tap. Put your finger down, put your nose. അങ്ങനെ അപ്പൊ അതിന്റെ ഒരു മഴയൊന്നും അടിക്കാതെ വെച്ചു. അപ്പൊ ആണ് ഇച്ചിരി ശർക്കര ഇട്ടു. നാളെ എനിക്ക് ഇന്നും മാറാം. നോബിജ മ്യൂട്ട് ചെയ്യൂ. രാജമാരിക്ക് മോട്ടർ ആരോഗ്യം കാര്യമുണ്ടോ പിടിച്ച് വാനിച്ച് പറിച്ച് പിന്നെ നോക്കുമ്പോ കോപ്പി സ്റ്റാർട്ടാകുന്നു. എല്ലാം ചെത്തി പറ്റി വെച്ചു. കാണിക്കത്തില്ല, ഭയങ്കര ഉടായി അങ്ങോട്ട് കയറി നിർത്താം. ആരും നിർത്തി അവന്റെ അടുത്ത് പല പ്രാവശ്യം നല്ല കളമിഷൻ പോയി അടുത്ത അവസാനം രാജ്യന്മാര് അവനാവും നല്ല പണം എന്ത് സാധനം മോശം ഉണ്ട് അതിന് മാറ്റി ഡോക്ടറോട് ഞാൻ പറഞ്ഞു, അവർക്കറിയാലോ. പ്ലീസ് വേറെ ആരും ഇടയിൽ അൺമ്യൂട്ട് ചെയ്യരുത് കേട്ടോ. ഓക്കെ. ദെൻ അസിയ. അസിയ ഒന്നുകൂടി ക്ലിയർ ആയില്ലടാ, അതിനിടക്ക് കുറച്ച് ഡിസ്റ്റർബ് ആയി. ഓക്കെ. One little finger, one little finger, one little finger, tap tap tap. Put your finger up, put your finger down, put it in your head. One little finger, one little finger, one little finger, tap tap tap. Put your finger up, put your finger down, put it in your nose. One little finger, one little finger, tap tap tap. Put your finger up, put your finger down, put it in your teeth. Thank you. ഓക്കെ അസിയ, നന്നായിട്ട് ചെയ്തിട്ടോ. ഓക്കെ, വെരി ഗുഡ്. ദെൻ who's next? വേറെ ആരാ? സോണിയ റെഡിയാണോ? സോണിയ. അഞ്ജു റെഡിയാണോ? അഞ്ജു. അതെ റെഡിയാണ്. ഓക്കെ, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. രാഖി മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്. ഓക്കെ. One little finger, clap, clap, clap. Four little finger, butterfly, butterfly. Three little finger, okay, okay. Two little finger, cut, cut, cut. One little finger.
ഓക്കെ അഞ്ജുനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാ? മോനാണോ അത്? ഓക്കെ വെരി ഗുഡ്. ഓക്കെ ഓക്കെ ആ ഓക്കെ നന്നായിട്ട് ചെയ്തിട്ടോ. ഓക്കെ ദെൻ രാഖി റെഡിയാണോ? രാഖി ആ ഓക്കെ ചെയ്തോ. Two little hands shoot up, tap, tap. Two little hands shoot up, tap, tap. Two little legs go, tap, tap, tap. Two little legs go, tap, tap, tap. Two little eyes are open and wide. Two little eyes are open and wide. One leg should go side to side. One head should go to side to side. Thank you. ഓക്കെ രാഖി. ഓക്കെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ആക്ഷൻ സോങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് കൂടി യൂസ് ചെയ്യാം കേട്ടോ. പ്രോപ്പർട്ടീസ് കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് എന്താണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും. അത് കണ്ടിരിക്കാനും അവർക്ക് ആ വേർഡ്സുകൾ പഠിക്കാനും ക്യാച്ച് ചെയ്യാനും കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഓക്കെ അപ്പൊ അത്തരത്തിലുള്ള ആക്ഷൻ സോങ് കൂടി സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ സുധ. ഓക്കെ സുധ ആ ഓക്കെ വെരി ഗുഡ് ചെയ്തോളൂ. Red color, where are you? Here I am, how do you do? Orange color, where are you? Here I am, how do you do? Yellow color, where are you? Here I am, how do you do? Pink color, where are you? Here I am, how do you do? Green color, where are you? Here I am, how do you do? Black color, where are you? Here I am, how do you do? Brown color, where are you? Here I am, how do you do? Blue color, where are you? Here I am, how do you do? White color, where are you? Here I am, how do you do? ഓക്കെ സുധ വെരി ഗുഡ്. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. സൂപ്പർബ് ആയിരുന്നു. അപ്പൊ നമുക്ക് പ്രോപ്പർട്ടീസ് എല്ലാം കൂടി ഒരുമിച്ച് പിടിച്ചാൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് കുട്ടികളെ പഠിപ്പിക്കാം? എന്തെല്ലാം കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും? സുധ. കളേഴ്സ്, ജിഷ്മ പ്ലീസ്. ആ സുധ കളേഴ്സ് പഠിപ്പിക്കാൻ പറ്റും. ഷേപ്സ് പഠിപ്പിക്കും. ഷേപ്സ് പഠിപ്പിക്കാം. ഓക്കെ ഷേപ്സ് പഠിപ്പിക്കാം. അത് കൗണ്ട് ചെയ്യാനായിട്ടും പഠിപ്പിക്കാം. ഓക്കെ കളർ പഠിപ്പിക്കാം, ഷേപ്സ് പഠിപ്പിക്കാം, അത് കൗണ്ട് ചെയ്യാനായിട്ടും കുട്ടികളെ പഠിപ്പിക്കാം. ഓക്കെ സൂപ്പർ സുധ. ദെൻ ഹു ഇസ് നെക്സ്റ്റ്? പേര് വീണ. ഓക്കെ വീണ ചെയ്തോളൂ. പ്രോപ്പർട്ടി ഉണ്ട്. ട്രാഫിക് ലൈറ്റ് സോങ് ആണ്. Red light, what do you say? I say stop, right away. Yellow light, what do you say? I say wait, right away. Green light, what do you say? I say go away. Thank you. ഓക്കെ വെരി ഗുഡ് വീണ. സൂപ്പർ ആയിരുന്നു. ഇത്തിരി സ്പീഡ് ഓടിക്കണം കേട്ടോ. Okay. സ്പീഡ് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒരു ചെറിയൊരു ഓക്കെ ദെൻ വേറെ ആരെങ്കിലും ഉണ്ടോ ചെയ്യാനായിട്ട്? ടീച്ചർ, ഐ എം മഞ്ജുഷ. ഓക്കെ മഞ്ജുഷ. Johnny, yes, Papa, telling life. Sorry, teacher. ആദ്യമായിട്ടാണ്. Okay, sir. Johnny, yes, Papa,
Eating sugar, no papa. Telling lies, no papa. Open your mouth. Ha ha. Johnny, Johnny, yes, papa. Eating sugar, no papa. Telling lies, no papa. Open your mouth. Ha ha. ഓക്കെ ആതിര ലീവ് ചെയ്തോളൂ. ഓക്കെ മഞ്ജുഷ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു കാര്യം പറഞ്ഞോട്ടെ, ജോണി ഒരു ക്യാരക്ടർ ആണ് അല്ലേ? അവിടെ ചെറിയൊരു ബ്രേക്ക് എടുക്കാം, ഒരു പോസ്റ്റ് എടുക്കാം. ദെൻ എസ് പപ്പ നെക്സ്റ്റ് ഒരു ക്യാരക്ടർ ആണ് അല്ലേ? അപ്പൊ അവിടെ ചെറിയൊരു പോസ്റ്റ് എടുത്തിട്ട് വേണം. ഇത് ഒറ്റ ലൈനിൽ തന്നെ രണ്ടും പാടിപ്പോയി. കേട്ടോ ഡിഫറൻസ്? ഓക്കെ അത് ശ്രദ്ധിച്ചാൽ മതി. നെക്സ്റ്റ് ക്യാരക്ടർ ആണ് ആൻസർ ചെയ്യുന്നത് എസ് പപ്പ അല്ലേ? അതെ. ഓക്കെ അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ദെൻ ഓക്കെ, താങ്ക് യു ടീച്ചർ, താങ്ക് യു. ഓക്കെ ദെൻ ഹു ഇസ് നെക്സ്റ്റ്? മാം ഞാനുണ്ട്. പേരെന്താ? നീനു. നീനു. ഓക്കെ സോറി നീനു. Good habits. Early to bed, early to rise. Wish you good night. Follow good habits. Be a good child. Bath every day. Brush your teeth. Comb your hair. Cut your nails. Follow good habits. Be a good child. ഓക്കെ നീനു, അപ്പൊ നമുക്ക് എന്താണ് ഗുഡ് ഹാബിറ്റ്സ് കുട്ടികളെ പഠിപ്പിക്കാം അല്ലേ? നിങ്ങൾ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോ നന്നായിട്ട് ചെയ്തു, പക്ഷെ അത് ബൈ ഹാർട്ട് ചെയ്യാം. ചെറിയൊരു സോങ് അല്ലേ, ആക്ഷൻ സോങ് അല്ലേ, അത് ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാം. നിങ്ങൾ ക്ലാസ് റൂമിൽ നിങ്ങൾ ആക്ഷൻ ചെയ്യൂ, ബുക്സ് നോക്കോ, കുട്ടികളെ നോക്കോ. ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ആവേണം അവിടെ അല്ലേ? അപ്പൊ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് എന്താ ബൈ ഹാർട്ട് ചെയ്യാം. നല്ല പ്ലസന്റ് ആയിട്ട് ചിരിച്ചുകൊണ്ട് കുട്ടികളെ എന്താണ് അഡ്രസ് ചെയ്തുകൊണ്ടായിരിക്കണം ആക്ഷൻ സോങ് പ്രസന്റ് ചെയ്യേണ്ടത് കേട്ടോ. ഇൻഡിറ്റേൽ ബുക്കിലൊക്കെ നോക്കാൻ പോയാൽ അവർക്കൊരു എന്താണ് ഡിസ്ട്രാക്ഷൻ അല്ലേ അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ മായ, ബാക്കിയുള്ളവർക്ക് എന്താണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ തരാൻ ചാൻസ് കേട്ടോ. ഓക്കെ മായ ചെയ്തോളൂ. ഓക്കെ മായ. അൺമ്യൂട്ട് ചെയ്യൂ, വീഡിയോ അൺമ്യൂട്ട് ചെയ്യൂ. സോറി മൈക്ക് അൺമ്യൂട്ട് ചെയ്യൂ, വീഡിയോ ഓൺ ആക്കൂ. മായ. Okay. This is big, big, big. This is small, small, small. This is big, big, big. This is small, small, small. This is tall, tall, tall. This is short, short, short. This is tall, tall, tall. This is short, short, short. This is fast, fast, fast. This is fast, fast, fast. This is slow, slow, slow. This is slow, slow, slow. This is yes, yes, yes. This is no, no, no. This is yes, yes, yes. This is no, no, no. Thank you, Miss. പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാൻ നല്ലൊരു ആക്ഷൻ സോങ് ആയിരുന്നു മായത്. അത് ഇന്നല്ലേ മിസ്സെ പറഞ്ഞത് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാന്ന്. ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്തില്ലായിരുന്നു. അടുത്ത ദിവസം ചെയ്യാം. ഓക്കെ ഈ സെയിം തന്നെ നമുക്ക് എന്താണ് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് കഴിയുമ്പോ നോക്കാം എങ്ങനെ ഉണ്ടാവും നോക്കാം. ഓക്കെ അടുത്ത ദിവസം ചെയ്യാം മിസ്സെ. ഇന്നല്ലേ മിസ് പറഞ്ഞോണ്ടേ എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഓക്കെ സോറി മിസ്. ഇറ്റ്സ് ഓക്കെ. അപ്പൊ നമ്മളൊരു ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ആക്ടിവിറ്റീസ് എന്തായിരുന്നു? Promote the physical fitness. Activities for kids that promote physical fitness. കിഡ്സിന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ ഫിറ്റ്നസ് ഏതൊക്കെയാണ്? ഓക്കെ ജിഷ്മ പറയൂ. ജിഷ്മ ഏതൊക്കെയാ എഴുതിയത്? ഞാൻ ഒരു സെന്റൻസ് ആയിട്ട് എഴുതേക്കണേ. ഡാൻസിങ് എന്ന് പറയുന്നത് നമുക്ക് ഫ്ലെക്സിബിലിറ്റി, ബോഡി ഫ്ലെക്സിബിലിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡാൻസിങ് ചെയ്യിപ്പിക്കാം. പിന്നെ ഡ്രോയിങ്ങും പെയിന്റിങ്ങും ഒക്കെ അവരുടെ സ്കിൽ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ടും പിന്നെ ഇമാജിനറി ഐഡിയാസ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് നമുക്ക് ചെയ്യാം.
പിന്നെ ഉള്ളത് പ്ലേയിങ് പാസിംഗ് ദ ബോൾ. ഫിസിക്കൽ ഫിറ്റ്നസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പ്ലേയിങ് ഒക്കെ അതിനകത്ത് വരുന്നതല്ലേ അപ്പൊ ഓൾറെഡി? ഡാൻസിങ് പറ്റുന്നുണ്ട്, പ്ലേയിങ് ഒക്കെ. ജിഷ്മ മ്യൂട്ട് ചെയ്തു. ഓക്കെ ദെൻ ഇതല്ലാത്ത ഏതെങ്കിലും ആക്ടിവിറ്റീസ് എഴുതിയിട്ടുണ്ടോ മായ? മ്യൂസിക്കൽ ചെയർ. എന്തോ എന്താ? മ്യൂസിക്കൽ ചെയർ. മ്യൂസിക്കൽ ചെയർ. ഓക്കെ ഓക്കെ. റണ്ണിങ്, സ്വിമ്മിങ്, ജമ്പിങ്. ഓക്കെ ജമ്പിങ് നല്ലൊരു ആക്ടിവിറ്റീസ് ആണ്. ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന, പ്ലീസ് മ്യൂട്ട് ചെയ്യൂ, നല്ലൊരു ആക്ടിവിറ്റീസ് ആണ് ജമ്പിങ്, സ്കിപ്പിംഗ് പോലുള്ള ആക്ടിവിറ്റീസ് അല്ലേ? പിന്നെ സ്പോർട്സ് ഐറ്റംസ് അല്ലേ, സ്പോർട്സ് ആക്ടിവിറ്റീസ്, സ്പോർട്സ് നമുക്ക് കൊടുക്കാവുന്നതാണ്. സൈക്ലിംഗ്, യോഗ, യോഗ, സ്കിപ്പിംഗ് റോപ്പ്, ക്ലാപ്പ്, റോൾ, പ്ലീസ്. ഡാൻസിംഗ്, റണ്ണിംഗ്, ജമ്പിംഗ്, സ്വിമ്മിംഗ്. ബാക്കി എല്ലാവരും വേറെ ആർക്കും ക്ലിയർ ആകുന്നില്ല. എനിക്ക് നിങ്ങൾ പറയുന്നത് ക്ലിയർ ആകുന്നില്ല, അതുകൊണ്ട്. അഹല്യ, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യൂ. അഹല്യ പറയൂ. റണ്ണിങ് പറ്റും, സ്വിമ്മിങ്, ഡാൻസിങ്. ഡാൻസിങ്, ഓക്കെ. ജമ്പിങ്. ജമ്പിങ്, ഓക്കെ ഓക്കെ. അഹല്യ മ്യൂട്ട് ചെയ്തോളൂ. വെരി ഗുഡ്. ദെൻ നസീറ, നസീറ പറയൂ. ആയിഷ്, ആയിഷ് ഓക്കെ പറഞ്ഞോളൂ. ഡാൻസിങ്, സ്കിപ്പിംഗ്, പറയാത്ത ആക്ടിവിറ്റീസ് പറയൂ. ടോസ് ആൻഡ് ക്യാച്ച്. എന്തോ? ടോസ് ആൻഡ് ക്യാച്ച് ഇട്ട് കൊടുക്കാം. ത്രോ, ഓക്കെ ഓക്കെ. സൈക്ലിംഗ്. സൈക്ലിംഗ് നമ്മൾ പറഞ്ഞു. പിന്നെ യോഗ, യോഗ പറഞ്ഞു. PT പീരീഡ് പ്രൊവൈഡ് ചെയ്യാം. വാക്കിംഗ്, റീഡിംഗ് ആക്ടിവിറ്റി, വാക്കിംഗ്, വാക്കിംഗ് കൊടുക്കാം. കൊടുക്കാൻ പറ്റില്ല. സ്കേറ്റിംഗ്. സ്കേറ്റിംഗ്. ബൗളിംഗ്, ബൗളിംഗ്. അത് നമ്മൾ സ്പോർട്സ് ആക്ടിവിറ്റീസ്, സ്പോർട്സ് ഗെയിം. മോർണിംഗ് എക്സസൈസ്, മോർണിംഗ് എക്സസൈസ്. റോൾ പ്ലേ. റോൾ പ്ലേയോ? ഓക്കെ. സൈക്ലിംഗ്. ലെഗ് എക്സസൈസിൽ ജമ്പിങ് ഫോർ ഒരു കൗണ്ട് ചെയ്തിട്ട് ജമ്പ് ചെയ്യണ ഒരു ആക്ടിവിറ്റി കൊടുക്കാമല്ലോ. ജമ്പ് ഫോർവേഡ് ത്രൂ, അല്ല ഓവർ കൗണ്ടിങ് നമ്പർ ബോർഡ്സോ അങ്ങനെ എന്തെങ്കിലും. അങ്ങനെ ഒരു ആക്ടിവിറ്റീസ് കൊടുക്കാം. ഓക്കെ ദെൻ മാഡം ഇത് എങ്ങനെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്? പറഞ്ഞുതരാം കേട്ടോ. കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് ആയിരിക്കണം കൊടുക്കേണ്ടത് കേട്ടോ. യോഗ ചെയ്യാനായിട്ട് ഇഷ്ടമില്ലാത്ത കുട്ടിയെന്ന് കമ്പൽ ചെയ്യരുത്. അവർക്ക് വേറെ ആക്ടിവിറ്റീസ്, ഇൻസ്റ്റെഡ് ഓഫ് യോഗ വി ക്യാൻ പ്രൊവൈഡ് അനദർ ആക്ടിവിറ്റീസ്. ഓക്കെ, വേറെ ഇഷ്ടമാതിരി ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പൊ ജമ്പിങ് അല്ലെങ്കിൽ സ്കിപ്പിംഗ് കൊടുക്കാം അല്ലേ. സൈക്ലിംഗ് ഇഷ്ടമുള്ള കുട്ടികൾക്ക് അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, കരാട്ടെ. ഓക്കെ, കരാട്ടെ. ദെൻ സൂംബ. സൂംബ സോങ് പറ്റോ? ആക്ഷൻ ടീച്ചർ സ്കാറ്റിംഗ്, ടീച്ചർ സ്കാറ്റിംഗ്. സ്കിപ്പിംഗ് റോപ്പ് മസിലിനും ബോൺ സ്ട്രെങ്തനിങ്ങിനും ഒക്കെ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് സ്കിപ്പിംഗ് റോപ്പ്. പക്ഷെ നമ്മുടെ ബോഡി എന്താണ്, ഫുൾ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട് സ്കിപ്പിംഗ് ചെയ്യുമ്പോൾ. അതേപോലെ ഡാൻസിങ് ചെയ്യുമ്പോൾ അല്ലെ, കോർഡിനേഷൻസ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സ്പീഡ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലേ. റണ്ണിങ് ഒക്കെ സ്പീഡ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഡെയിലി അത് എക്സസൈസ് ആയിട്ട് ഡെയിലി ലൈഫിൽ അത് ഇൻക്ലൂഡ് ചെയ്താൽ നമ്മുടെ സ്പീഡ് എന്താണ് ഇൻക്രീസ് ചെയ്യാനായിട്ട് കഴിയും അല്ലേ. അതേപോലെ സ്ട്രെങ്ത് ഹെൽപ്പ് ചെയ്യാൻ, സ്ട്രെങ്ത് അത് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉണ്ട്. ഓക്കെ, പിന്നെന്താ? എന്തോ? കളറിംഗ്, ഡ്രോയിങ്, സ്വിമ്മിംഗ്. അതെങ്ങനെയാ കളറിംഗ്, ഡ്രോയിങ്? പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്ന, കുട്ടികളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്ന ആക്ടിവിറ്റീസ് ആണ്. അനിമൽ റൈസസ്, ഫ്രോഗ് ഹോപ്പ്, ക്രാബ് വർക്ക്,
ക്ലിയർ ആയില്ല, എക്സ്പ്ലെയിൻ ചെയ്യാവോ? എനിക്ക് ക്ലിയർ ആയില്ല, എന്താ അത്? Animal raises പറ്റുമോ? ഓക്കെ ഓക്കെ. അത് Hit the balloon up. Sing bubbles. ക്ലിയർ ആയില്ല. മ്യൂട്ട് ചെയ്യോ അപ്പ? ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? കുട്ടികളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് പ്രൊമോട്ട് ചെയ്യാൻ, ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഡാൻസിങ് പറ്റും, സ്കിപ്പിംഗ് പറ്റുന്നതാണ്, സൈക്ലിംഗ്. അപ്പൊ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് എന്താണ്? കുട്ടികളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, അത് ഓർത്തിരിക്കണം. ദെൻ അസൈൻമെന്റ്, 2 അസൈൻമെന്റ് ആണ് ഈ ചാപ്റ്റർ. നസ്രത്ത് മ്യൂട്ട് ചെയ്യൂ, റെനി മ്യൂട്ട്. നസ്രത്ത് ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്തോ? ഇനി പറഞ്ഞോട്ടെ. അപ്പൊ ഈ ചാപ്റ്ററുമായിട്ട്, ഈ ഫസ്റ്റ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് 2 അസൈൻമെന്റ് ആണ് തരുന്നത്. അത് നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. ഓക്കെ, അസൈൻമെന്റ് ടോപ്പിക് ഞാൻ ഇപ്പൊ ജസ്റ്റ് റീഡ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്താണ്? ഹൗ യോഗ ഹെൽപ്സ് യുവർ ബോഡി ആൻഡ് മൈൻഡ് ഫീൽ സ്ട്രോങ് ആൻഡ് റിലാക്സ്. യോഗ എങ്ങനെയാണ് നിങ്ങളുടെ മൈൻഡിനെ സ്ട്രോങ് ആൻഡ് റിലാക്സ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? ഇതാണ് ഫസ്റ്റ് അസൈൻമെന്റ്. ഓക്കെ, അത് ക്ലാസ് റൂമിൽ ഇതിന്റെ ടോപ്പിക് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു A4 ഷീറ്റ് എടുക്കാം, അതിലെന്താണ് ഈ ടോപ്പിക് എഴുതാം. അതിനുശേഷം എന്താണ്? യോഗയെ കുറിച്ച്, യോഗയുടെ ഒരു പോസ്റ്റർ, ഏതെങ്കിലും ഒരു പോസ്റ്റർ എന്താണ് അവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ വരച്ചാൽ മതി, അല്ലെങ്കിൽ എന്താണ് ഒരു പിക്ചർ, ചെറിയൊരു പിക്ചർ അവിടെ പേസ്റ്റ് ചെയ്തേക്കാം. അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് അറിയുന്നത് യോഗയെ കുറിച്ച്? ഓക്കെ, ഒരു 5 സെന്റൻസ് എങ്കിലും എഴുതിയിരിക്കണം. ഓക്കെ, ഒരു എസ്സേ വേണമെന്നില്ല, ഒരു 5 സെന്റൻസ് എങ്കിലും യോഗയെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, ഇൻ ഇംഗ്ലീഷിലായിരിക്കണം, എഴുതിയിട്ടായിരിക്കണം സബ്മിറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് അസൈൻമെന്റ് ക്ലിയർ ആണോ? ഓക്കെ മാം, എങ്ങനെ സബ്മിറ്റ് ചെയ്യേണ്ടത്? സബ്മിറ്റ് ചെയ്യേണ്ട കാര്യം ഒന്ന് പറയാവോ? അതും കൂടി പറയാം. ഈ സെക്കൻഡ് അസൈൻമെന്റ് എന്ന് പറയുന്നത് റൈറ്റ് ഡൗൺ എ റെസിപ്പി ഫോർ എ ഹെൽത്തി സ്നാക്ക് യു എൻജോയ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഹെൽത്തി സ്നാക്ക്. ഓക്കെ, സെയിം നേരത്തെ പറഞ്ഞ പോലെ A4 ഷീറ്റ് എടുക്കാം, അതിൽ ഹെഡിങ് എഴുതാം, പിന്നെന്താണ് ഏത് റെസിപ്പിയാണെന്ന് അതിന്റെ ഹെഡ് പേര് എഴുതാം, അതിന് ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നതെന്ന് എഴുതുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം? ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തത് അതിന്റെ പിക്ചർ കിട്ടുമെങ്കിൽ അതിന്റെ പിക്ചർ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഹെൽത്തി സ്നാക്സ് ആണ്. ഇപ്പോൾ ആൽമണ്ട് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൽമണ്ടിന് നേരെ ഇൻഗ്രീഡിയൻസ് എഴുതുന്ന ടൈമിൽ ആൽമണ്ടിന് നേരെ എന്താണ് ഒരു പിക്ചറും കൂടി, ഒരു ചെറിയ പിക്ചർ പേസ്റ്റ് ചെയ്യുകയോ ഡ്രോ ചെയ്യുകയോ ചെയ്തിരിക്കണം. ക്ലിയർ ആണല്ലോ? ഇനി ഇത് സബ്മിറ്റ് ഒന്നുകൂടി പറയാവോ? സെക്കൻഡ് അസൈൻമെന്റ് ഒന്നുകൂടി പറയാവോ? ഒരു ഹെൽത്തി സ്നാക്ക്, നിങ്ങൾക്ക് ഏത് സ്നാക്സ് വേണമെങ്കിലും, സ്നാക്ക് ഐറ്റം വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഹെൽത്തി സ്നാക്ക് ആയിരിക്കണം. ഓക്കെ, അതെന്താണ്? അതിന്റെ ടോപ്പിക് എഴുതുക, അത് ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സ്നാക്ക്, അതിന്റെ പേര് അവിടെ മെൻഷൻ ചെയ്യുക, അതിന്റെ ഇൻഗ്രീഡിയൻസ് എഴുതുക. ഓക്കെ, ആ ഇൻഗ്രീഡിയൻസിന് നേരെ അതിന്റെ പിക്ചറും കൂടി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തിരിക്കണം? ഹെൽത്തി സ്നാക്ക് ഏത് വേണമെങ്കിലും എഴുതാം. ഹെൽത്തി സ്നാക്ക് ഏതെങ്കിലും അല്ല, എത്ര സ്നാക്സ് ആണ്? 4 സ്നാക്സ് ആണ്. 4 എന്ന് പറഞ്ഞായിരുന്നോ? ഇല്ല, ഏതെങ്കിലും ഒരു സ്നാക്ക്, ഹെൽത്തി സ്നാക്ക്. ക്ലിയർ ആവുന്നില്ല മിസ്സേ. പറഞ്ഞുതരോ? പറഞ്ഞുതരാം. മ്യൂട്ട് ചെയ്യൂ. ഏതെങ്കിലും ഒരു ഹെൽത്തി സ്നാക്ക്. ഓക്കെ, അത് എഴുതുക. ക്ലിയർ ആണോ? അതിന്റെ ഇൻഗ്രീഡിയൻസ് എഴുതുക, അതിന് നേരെ ആ ഇൻഗ്രീഡിയന്റിന്റെ പിക്ചറും കൂടി ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്തേക്കാം. ഇനി ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത് ക്ലാസ് റൂമിൽ എങ്ങനെയാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അല്ലെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്തോളാൻ പറയാം. ഓക്കെ, അപ്ലോഡ് ചെയ്യിപ്പിച്ചേക്കാം. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. അതിൽ പറയുന്ന രീതിയിലായിരിക്കണം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഈ 2 അസൈൻമെന്റ് ചെയ്യാനായിട്ട് എത്ര ഡേയ്സ് നിങ്ങൾക്ക് വേണ്ടി വരും? ഇന്ന് ട്യൂസ്ഡേ അല്ലേ? നെക്സ്റ്റ് ട്യൂസ്ഡേക്കുള്ളിൽ ചെയ്യാൻ പറ്റുമോ? ഓക്കെ മാം. അല്ലേ? അപ്പൊ നെക്സ്റ്റ് എന്താണ് ട്യൂസ്ഡേക്കുള്ളിൽ അത് സബ്മിറ്റ് ചെയ്യണം. 2 സിമ്പിൾ ആയിട്ടുള്ള അസൈൻമെന്റ് ആണ് തന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? then ഇതുവരെ ടൈം ടേബിൾ കിട്ടിയിട്ടില്ലേ? ഇല്ല, കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല. ഒരു പേജിൽ മതിയോ? എത്ര ഹെൽത്തി സ്നാക്ക് വേണം? ഒരെണ്ണം മതി. ഇൻഗ്രീഡിയൻസ് മാത്രം എഴുതിയാൽ മതിയോ? ഇൻഗ്രീഡിയന്റ് ഏതൊക്കെയാണ്? എങ്ങനെ? എന്തോ
ഫയലിലല്ലേ A4 ഷീറ്റിൽ അത് പ്രിപ്പയർ ചെയ്യേണ്ട രീതി എഴുതിയേക്കാം കേട്ടോ. പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എഴുതുക. ആ ഇൻഗ്രീഡിയന്റ് എഴുതുമ്പോൾ അതിന് നേരെ പേസ്റ്റ് കൂടി ചെയ്തേക്കാം പിക്ചർ. A4 ഷീറ്റിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ 2 അസൈൻമെന്റ് ഉണ്ട്. PDF ആയിട്ടായിരിക്കും ഒരുമിച്ച്, PDF ആയിട്ടായിരിക്കും ചിലപ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. ഓക്കെ, ക്ലിയർ ആണോ? ഫസ്റ്റ് അസൈൻമെന്റ് എന്താണ്? ജ്യൂസ് ഒക്കെ ആണെങ്കിൽ ജ്യൂസിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ, അങ്ങനെയാണോ? അതെ. ജ്യൂസ് ഏത് ജ്യൂസ് ആണ്? അതിന്റെ ക്യാരറ്റ് ജ്യൂസ് ആണെങ്കിൽ ഏതാണ് സ്നാക്ക്, നിങ്ങൾ അതിന്റെ പേര് എഴുതാ. എന്താണ് പിന്നെന്താണ്, അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അത് എഴുതാ. അതിനുശേഷം ഇൻഗ്രീഡിയന്റ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് അല്ലേ എഴുതുന്നത്. സ്നാക്ക് പറയുമ്പോ ജ്യൂസ് പറ്റുമോ? അത് വരച്ചാ മതിയാ ഇൻഗ്രീഡിയൻസ്? എന്തോ വരച്ചാൽ മതി. വരയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ, അറിയാവുന്നവരാണെങ്കിൽ വരച്ചാലും മതി. ഓക്കെ മാം. ഓക്കെ, ആദ്യത്തെ അസൈൻമെന്റിൽ അപ്പൊ ഒരു സിമ്പിൾ ആയിട്ടുള്ള അസൈൻമെന്റ് ആണ് തന്നേക്കുന്നത്. എന്നിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട രീതി എന്താണ്, ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടായിരിക്കും, ഒരു വീഡിയോ ഉണ്ട്, അത് വാച്ച് ചെയ്യുക. പിന്നെന്തായിരുന്നു, നെക്സ്റ്റ് ട്യൂസ്ഡേക്കുള്ളിലാണ്, ട്യൂസ്ഡേ ആണ് ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം, വിച്ച് ഈസ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ, യൂണിറ്റ് 2 ഹെൽത്ത് ആൻഡ് ഹൈജീൻ. അതിന്റെ പ്രിന്റ് എന്താണ് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ മിസ് ഓരോ യൂണിറ്റിനും അസൈൻമെന്റ് ഉണ്ടായിരിക്കോ? ഇന്നത്തെ ആക്ടിവിറ്റി എപ്പോ എവിടെ പോസ്റ്റ് ചെയ്യണ്ടേ മിസ്? യൂണിറ്റ് ഒരു കാര്യം കൂടി പറയാൻ പറഞ്ഞു. ഈ ഫസ്റ്റ് യൂണിറ്റ് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തല്ലോ, ഇതിന്റെ MCQ. ഓക്കെ, MCQ ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നതാണ്, അതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ക്ലിയർ ആണോ? എല്ലാരും മ്യൂട്ട് ചെയ്യൂ. വിനീത മ്യൂട്ട് ചെയ്യൂ. ക്ലാസ് റൂം സജിനി മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, ടൈം ടേബിൾ ക്ലാസ് റൂമിൽ ഇട്ടേക്കാം കേട്ടോ. ക്വസ്റ്റ്യൻസ് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യായിരിക്കില്ലേ ക്ലാസ് റൂമില്? ഇന്ന് തന്നെ അയക്കാം കേട്ടോ, ഇന്ന് തന്നെ അയച്ചേക്കാം. അത് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് എന്തോ ഓരോ യൂണിറ്റിനും അസൈൻമെന്റ് ഉണ്ടായിരിക്കോ? ഓരോ യൂണിറ്റിനും അസൈൻമെന്റ് ഉണ്ടായിരിക്കും. ഇത് ചെറിയൊരു അസൈൻമെന്റ്. മിസ് തന്ന ആക്ടിവിറ്റി നോട്ടിൽ എഴുതാൻ മാത്രമല്ലേ ഉള്ളൂ? ആക്ടിവിറ്റി നോട്ടിലല്ലേ? അത് ഹോംവർക്ക് ആയിട്ട് തരുന്നതാണ് കേട്ടോ. ഇത് നോട്ടിൽ എഴുതിയാൽ മതി. അസൈൻമെന്റ് മാത്രമാണ് സബ്മിറ്റ് ചെയ്യേണ്ടതുള്ളൂ. അത് നമ്മള് പേപ്പറിൽ നമ്മൾ എഴുതിയിട്ട് ഫോട്ടോ എടുത്തിട്ട് PDF ആയിട്ട് അയക്കണം. PDF ആയിട്ട് അയക്കണം. അത് അയക്കേണ്ടത് എങ്ങനെയാണെന്ന് ആ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. സ്നാക്സ് എന്ന് പറഞ്ഞാല് ഡ്രിങ്ക് പറ്റുമോ? ഡ്രിങ്ക്സ് വേണ്ട, നമുക്ക് ഹെൽത്തി സ്നാക്ക് മാത്രം ആക്കാം. ഓക്കെ, ഒരൊറ്റ വർക്കായിട്ട് ചെയ്യണം, അത് രണ്ടും വേറെ വേറെ ആയിട്ട് ചെയ്യണോ? 2 A4 ഷീറ്റിലായിരിക്കണം ചെയ്യേണ്ടത്. ഒരു A4 ഷീറ്റിൽ ആദ്യത്തെ അസൈൻമെന്റ് ചെയ്യുക, രണ്ടാമത്തെ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് അതേപോലെ ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് നെക്സ്റ്റ് എന്താണ് അസൈൻമെന്റ് ചെയ്യുക. ക്ലിയർ ആയില്ലത്? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? നെയിമും കാര്യങ്ങളെല്ലാം അതിൽ തന്നെ എഴുതാനാണോ? ഇതാണ് എഴുതുന്നതിന് പകരം നമ്മള് PDF ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് അയച്ചാലും മതിയോ? വേണ്ട, A4 ഷീറ്റിൽ തന്നെ നമുക്ക് എഴുതാം. എന്നിട്ട് അതിന്റെ ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് അയച്ചാ മതി കേട്ടോ. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഞാൻ ക്ലാസ് മിസ് അസൈൻമെന്റിൽ നമ്മുടെ പേര് എഴുതണ്ടേ? പേര് 2 A4 ഷീറ്റിലും നമ്മുടെ സെപ്പറേറ്റ് പേര് എഴുതിയിട്ടല്ലേ വേണ്ടത്? മിസ് അസൈൻമെന്റിന്റെ ഫസ്റ്റ് പേജിൽ അസൈൻമെന്റ് എഴുതിയിട്ടല്ലേ സെക്കൻഡ് പേജിൽ ടോപ്പിക്കും? A4 ഷീറ്റ് എടുക്കുക, അതിൽ ഫസ്റ്റ് ഹെഡിങ് കൊടുക്കുക, നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഇൻഗ്രീഡിയന്റ് അത് എഴുതുക, പ്രിപ്പറേഷൻ എഴുതുക. അത് മാത്രം മതി, ആ ഒരൊറ്റ പേജ് മതി കേട്ടോ. നെയിം എവിടെയാ എഴുതണ്ടേ? നെയിമിന്റെ കാര്യം ഞാൻ നെക്സ്റ്റ് ക്ലാസ് ചൂസ് ചെയ്യായിരിക്കും അല്ലേ? ഉദ്ദേശിച്ചത് എന്താണ്? എന്തായാലും ഉണ്ടാവുമല്ലോ അതിലല്ലേ? ടീച്ചർ CQ എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് എന്താണ്? എന്തോ CQ മൾട്ടിപ്പിൾ ചോയ്സ് ക്ലിയർ ആവുന്നില്ല. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. MCQ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അയച്ചേക്കാന്നാ പറഞ്ഞത് കേട്ടോ. നമുക്ക് തന്നെ ചെയ്ത് പഠിക്കാനല്ലേ ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്? അതെ. നോട്ട്സ് എന്തിൽ എഴുതണ്ടേ? എന്തോ
നോട്ട്സ് എഴുതാൻ പറഞ്ഞില്ലേ, അത് എങ്ങനെ ഈ യൂണിറ്റ് 1ന്റെ നോട്ട്സ് എഴുതണ്ടേ നോട്ട്സ് എഴുതാൻ പറഞ്ഞു അല്ലേ? ആക്ടിവിറ്റി നോട്ടിൽ എഴുതാനാ പറഞ്ഞ. ആക്ടിവിറ്റീസ് ആക്ടിവിറ്റി ഓക്കെ ഓക്കെ വർക്ക് പോലെ തന്നെ ആക്ടിവിറ്റീസ്, അതാണ് നോട്ട്സിൽ എഴുതേണ്ടത് കേട്ടോ. ആ മിസ് ആവശ്യമുള്ളവർക്ക് ലെക്ചർ നോട്ട് എഴുതിയാൽ പോരെ? പിന്നെ ആക്ടിവിറ്റിയും ഓക്കെ. നിങ്ങൾക്ക് PDF മതിയെങ്കിൽ അത് മതി കേട്ടോ. കുറച്ചുകൂടി എന്താണ് ഇപ്പൊ അത് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്താണ് അത് എഴുതിയെടുക്കാം. ചെയ്തോട്ടെ. മാമിന്റെ നമ്പർ തരുമോ? പേഴ്സണൽ നമ്പർ കൊടുത്തിട്ടാണ് ഇൻസ്ട്രക്ഷൻ ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ചോദിക്കാം. അത് നമ്മൾ അപ്ലോഡ് ചെയ്യണോ? അപ്ലോഡ് ചെയ്തിട്ട് ക്ലാസ് റൂമിൽ ഇട്ടേക്കാം വീഡിയോ കേട്ടോ. ആ വീഡിയോ വാച്ച് ചെയ്ത് നോക്കാം. അസൈൻമെന്റ് ടോപ്പിക്കും എന്താണ് ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കും. അസൈൻമെന്റ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ടോപ്പിക്കും ഉണ്ടായിരിക്കും. 2 ടോപ്പിക്കാണ് ഇട്ടേക്കുന്നത് കേട്ടോ. വൈകി വന്നവര് ജോയിൻ ചെയ്തവര് കേൾക്കാനാണ്. അസൈൻമെന്റ് 2 തന്നിട്ടുണ്ട്. അതിന്റെ ടോപ്പിക്സ് എന്താണ് ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. റെക്കോർഡ് എഴുതുന്ന കാര്യം എങ്ങനെയാ? ആ റെക്കോർഡ് ഞാൻ പറയാം കേട്ടോ. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ക്ലാസ് റൂമിൽ നമ്മൾ അസൈൻമെന്റ് എന്നുള്ളത് സബ്മിറ്റ് ചെയ്ത് വിടുകയാണ്. അസൈൻമെന്റിൽ ടോപ്പിക്സ് ആയിരിക്കും ഉണ്ടാകുന്നത് കേട്ടോ. അസൈൻമെന്റ് ടോപ്പിക് ഏതാണെന്ന് നോക്കാം, അസൈൻമെന്റ് എഴുതുക, സബ്മിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വീഡിയോ ഇട്ടേക്കാൻ പറഞ്ഞേക്കാം കേട്ടോ. വീഡിയോ ഇട്ടേക്കാം, അത് വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ ബൈ. ബൈ. താങ്ക് യു മാം. ബൈ. ഗ്രൂപ്പ് ഉണ്ടാ? ആരാണോ ഗ്രൂപ്പ് തുടങ്ങിയത് അവര് നമ്മളെ ആഡ് ചെയ്തേക്കണേ. ഗ്രൂപ്പ് എന്നെയും കൂടെ ആഡ് ചെയ്തേക്കണേ. ഗ്രൂപ്പിൽ ഞങ്ങളൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ആഡ് ചെയ്യാൻ ലിങ്ക് ഉണ്ട്, ലിങ്കിൽ കയറിയാൽ മതി. ആ ലിങ്ക് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കൂ. ലിങ്ക് അയച്ചു തന്നാൽ നമ്മൾ കേറാം. പക്ഷെ ലിങ്ക് അയച്ചു തരണ്ടായോ? ലിങ്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇല്ല. ഏടാ ഗ്രൂപ്പിൽ ഇനിയും കേറാൻ